മഹാരാഷ്ട്രയിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പൊടുന്നനെ ഇങ്ങനെ മരണപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ അസാധാരണമായ സാഹചര്യത്തിൽ അവരുടെ ജീവിതം അവസാനിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു വലിയൊരു തുടർച്ച നമ്മൾ കാണുന്നുണ്ട്. അതിലേറ്റവും ഞെട്ടലുണ്ടാക്കിയ സംഭവം പ്രമോദ് മഹാജനായിരുന്നു. വാജ്പേയി ഭരണം അവസാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തെ വെടിവെച്ചത് ആ ട്രിഗർ, ഹൂ പുൾ ദ ട്രിഗർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെയാണ് ട്രിഗർ വലിച്ചത്. അപ്പോൾ അത് കുടുംബകലഹമാണ്, എന്തൊക്കെയോ സാമ്പത്തികവും മറ്റുമായി ബന്ധപ്പെട്ട കുടുംബ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പൊതുവെ പുറത്തേക്ക് വന്ന വാർത്തകൾ. പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ സഹോദരനും മകളും ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, പൂനം മഹാജനും പ്രകാശ് മഹാജനും. കാരണം സഹോദരന് മാത്രം സാധിക്കുന്ന, സഹോദരനാണ് കാഞ്ചി വലിച്ചതെന്ന് ശരി തന്നെ, പക്ഷേ സഹോദരൻ മാത്രമോ എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. കൺസ്പിറസി തിയറീസ്, ഞാൻ പറഞ്ഞത് ആ സംശയങ്ങളൊക്കെ ശരിയാണെന്നെങ്കിലും ആധികാരികതയൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ പൊടുന്നനെ ഉണ്ടാകുന്ന മരണങ്ങൾ സ്വാഭാവികമായിട്ടും പല സ്വഭാവത്തിലുള്ള കൺസ്പിറസി തിയറീസ് കൊണ്ടുവരും. അപ്പോൾ ഗോപിനാഥ് മുണ്ടയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കക്ഷി ലണ്ടനിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഇർഷാദ് എന്ന് പറഞ്ഞിട്ട് അയാൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് EVMുമായി ബന്ധപ്പെടുത്തിയാണ് പുള്ളിയുടെ എക്സ്പോസുകൾ. എന്ന് പറഞ്ഞാൽ EVM മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഗോപിനാഥ് മുണ്ടയുടെ കൈവശം ഉണ്ടായിരുന്നു, അത് മരണത്തിന് കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ഏതെങ്കിലും നിലക്ക് അതിന് ആധികാരികത ഒന്നുമില്ല. പക്ഷേ സമൂഹത്തിൽ പല സ്വഭാവത്തിലുള്ള സംശയങ്ങളുണ്ടായി. സാമൂഹിക മാധ്യമങ്ങളിൽ പലതരം കൺസ്പിറസി തിയറീസ് ഇങ്ങനെ പറന്നു നടന്നു. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ആ റോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രമോദ് മഹാജൻ, ഗോപിനാഥ് മുണ്ടെ, പിന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഈ ബാബ സിദ്ദീഖി എന്ന് പറയുന്ന ഫയർ ബ്രാൻഡ് ലീഡർ, NCPയുടെ തന്നെ നേതാവാണ്, മുംബൈയിൽ നിന്നുള്ള അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. അത് NCPയുടെ തന്നെ ഭാഗമായിട്ടുള്ള ബാബ സിദ്ദീഖി NCP അജിത് പവാർ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അജിത് പവാർ തന്നെ അദ്ദേഹം ബരാമതിയിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ പൊട്ടിത്തകർന്ന് മരിക്കുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് ജെറ്റുകൾ, ചെറിയ പ്രൈവറ്റ് ജെറ്റുകൾ തകർന്നുള്ള അപകടങ്ങൾ വ്യാപകമാണ് ലോകത്തെല്ലായിടത്തും. ഏവിയേഷൻ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും കാണാൻ പറ്റും. ടെക്നിക്കൽ എറേഴ്സ് ആയിരിക്കും. ഇത് പഴക്കമുള്ള വിമാനമാണെന്ന് പറയുന്നു. പിന്നെ സാധാരണ മറ്റ് ഏവിയേഷൻ പാസഞ്ചർ ഫ്ലൈറ്റുകൾക്കുള്ളത് പോലെയുള്ള സ്ട്രിക്റ്റർ പ്രോട്ടോക്കോൾസ് ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നിശ്ചയമായിട്ടിത് ഒരു ദുഃഖകരമായൊരു ദിവസമാണ്, ദുരന്തം നടന്ന ദിവസമാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്.